കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഉരുണ്ടുകളിച്ച് സർക്കാർ. പോലീസിനെയും ഫയർഫോഴ്സിനെയും പഴിചാരി രക്ഷപ്പെടാൻ മന്ത്രി വി.എൻ. വാസവന്റെ ശ്രമം. സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. രൂക്ഷ വിമർശനത്തിനൊടുവിൽ മന്ത്രി വാസവൻ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലെത്തി വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. ജില്ലാ കലക്ടർ ഒരഭിപ്രായം പറയുന്നു, ആശുപത്രി സൂപ്രണ്ടിന് മറ്റൊരു അഭിപ്രായം, മന്ത്രിമാർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയാണ് ഇത് എന്ന് ഇനിയും തുറന്ന് സമ്മതിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അത്തരമൊരു പിഴവ് സംഭവിച്ചത് തുറന്നു പറയാൻ മന്ത്രിമാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും എല്ലാം തലയിൽ ഇത് കെട്ടിവെക്കാനുള്ള ശ്രമം ആദ്യ ഘട്ടം മുതൽ തുടർന്നിരുന്നു, ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് അവലോകന യോഗത്തിന് ശേഷം ഈ സൂപ്രണ്ട് ഇത് സ്വയം ഏറ്റെടുക്കുന്നു. ഇതിൻ്റെ ഉത്തരവാദിത്വം, അതായത് വൈകിയതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രിമാരുടെ പ്രസ്താവനയാണ്. ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ള പ്രസ്താവനയാണ്. അത്തരമൊരു കുടുങ്ങി കിടക്കുന്നില്ല എന്നുള്ള പ്രസ്താവന നടത്താൻ കാരണം താനാണ് എന്നുള്ളൊരു കാര്യം സൂപ്രണ്ട് ജയകുമാർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് പകൽ മുഴുവൻ ഈ സൂപ്രണ്ടിനെ ബലിയാടാക്കുകയാണ് മന്ത്രിമാരും സർക്കാരും ചെയ്യുന്നത്. വലിയ രീതിയിൽ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഡോക്ടറാണ് ഈ ജയകുമാർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ആളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നതോടുകൂടി വീണ്ടും മന്ത്രിമാർ ട്രാക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് മന്ത്രി വി.എൻ. വാസവന്റെ പ്രസ്താവനയാണ്. ഇന്ന് 2 ദിവസത്തിന് ശേഷമാണ് ഇന്ന് ഈ ബിന്ദുവിൻ്റെ ബന്ധുക്കളുമായി ഒരു മന്ത്രി എന്ന നിലയ്ക്ക് വി.എൻ. വാസവൻ എത്തുന്നതും സംസാരിക്കുന്നതും. അതിനുശേഷം നടത്തിയ പ്രസ്താവനയിൽ തങ്ങളല്ല ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ആരും കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞത് തങ്ങളല്ല, പോലീസും ഫയർഫോഴ്സുമാണ് എന്നുള്ള കാര്യം ഇന്ന് വി.എൻ. വാസവൻ പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ വൈകിയത് കൊണ്ടാണ്, രക്ഷാപ്രവർത്തനം വൈകിയത് കൊണ്ടാണ് ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളൊരു വാദം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു, വിമർശനമുണ്ടായിരുന്നു. അതിനെ തടുക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റന്റ് ഡെത്താണ് അവിടെ സംഭവിച്ചത്. തലച്ചോറ് പുറത്തു വന്ന് ഉടനെ തന്നെ മരിക്കുകയാണ് ചെയ്തത് എന്ന് മന്ത്രി പറയുന്നത്. അതായത് മന്ത്രി ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയാൽ പോലും ഇങ്ങനെ ജീവനോടെ ബിന്ദുവിനെ ലഭിക്കില്ല എന്നുള്ള ഒരു വാദം, അതെന്തൊരു വാദമാണ് ഇത്തരത്തിലൊരു ദുരന്ത മുഖത്ത് എന്നുള്ള ഒരു അത്ഭുതമൂറിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ വാക്കുകൾക്ക് മുമ്പിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇന്ന് മന്ത്രി വി.എൻ. വാസവൻ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ച് അവർക്ക് ആശ്വസിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് കൃത്യമായി ബന്ധുക്കളടക്കം ഉയർത്തിയ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിന് പിന്നാലെയാണ് മന്ത്രി വി.എൻ. വാസവൻ ഇന്നെത്തിയത്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 11-ാം തീയതി ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം സംബന്ധിച്ചിട്ടുള്ള തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മകളുടെ ചികിത്സ സൗജന്യമാക്കുമെന്നും മകന് നിലവിൽ ഇപ്പോൾ താൽക്കാലിക ജോലി നൽകുമെന്നും പിന്നീട് അത് സ്ഥിരപ്പെടുത്തുമെന്നുമുള്ള ഒരു വാഗ്ദാനം ഇപ്പോൾ വീട്ടിലെത്തി മന്ത്രി വി.എൻ. വാസവൻ നൽകിയിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ ഉരുണ്ടുകളിച്ച് സർക്കാർ. പോലീസിനെയും ഫയർഫോഴ്സിനെയും പഴിചാരി രക്ഷപ്പെടാൻ മന്ത്രി വി.എൻ. വാസവന്റെ ശ്രമം. സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. രൂക്ഷ വിമർശനത്തിനൊടുവിൽ വി.എൻ. വാസവൻ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിലെത്തി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.